നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇരിക്കൂ. സൂര്യ, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഭാവനയുടെ സഹോദരി ആയതുകൊണ്ടും ഭാമയുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇതിന് തയ്യാറായതുകൊണ്ടുമാണ് ഞാൻ ഈ ദൗത്യം ഏറ്റെടുത്തത്. അറിയാം ഡോക്ടർ. സാധാരണഗതിയിൽ സറോഗസിക്ക് വിധേയാകുന്ന ലേഡിക്ക് മറ്റ് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആ സ്ത്രീയുടെ നിലവിലുള്ള കുട്ടിയുടെ പ്രായം. നിലവിലുള്ള കുട്ടിക്ക് കുറഞ്ഞത് 7 വയസ്സെങ്കിലും പ്രായം ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടാണ് കുറഞ്ഞത് 7 വയസ്സ് വേണമെന്ന് പറയുന്നതെന്നറിയോ? എന്താ ഭാവന? ഭാവനയ്ക്കും അറിയില്ലേ? ആ കുട്ടിക്ക് സ്വന്തം കാര്യങ്ങൾ സ്വയം നോക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ടാവണം. അതല്ലേ ഡോക്ടർ? അതെ, പ്രധാനമായും ഈ പറഞ്ഞത് തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ആ ഭാഗമൊക്കെ മനഃപൂർവ്വം ഒഴിവാക്കിക്കൊണ്ടാണ് ഈ കാര്യം ചെയ്യാൻ പോകുന്നത്. ഭാമയുടെ കുട്ടിയെ നോക്കാൻ വീട്ടിൽ എല്ലാവരും ഉണ്ട് ഡോക്ടർ. അതൊക്കെ നമുക്ക് പരസ്പരം പറയാനല്ലേ പറ്റൂ സൂര്യ. നിയമപരമായി നോക്കിയാ എനിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാനിത് ചെയ്യുന്നത് ഭാവനയ്ക്കും സൂര്യയ്ക്കും വേണ്ടിയാ. ഒരിക്കലും ഈ കാരണം കൊണ്ട് എനിക്ക് എന്റെ ജോലി നഷ്ടപ്പെടാൻ പാടില്ല, കേട്ടല്ലോ? അറിയാം ഡോക്ടർ. ഒരിക്കലും ഡോക്ടർക്ക് ഈ ജോലി നഷ്ടപ്പെടില്ല. ഇന്ന് പലരും കൃത്യമായിട്ട് ഈ നിയമമൊന്നും നോക്കിയിട്ടല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അറിയാം എന്ന് കരുതി നമ്മളും അങ്ങനെ ആവണമെന്നുണ്ടോ? എന്തായാലും ഞാനായിട്ട് നിങ്ങളുടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തില്ല. ഡോക്ടർ, ഭാമ എന്നാ വരേണ്ടത്? ഭാമയ്ക്കിനി ഒരു ചെക്കപ്പും കൂടി വേണം ഭാവന. അത് കഴിഞ്ഞ് പറയാം. ഓക്കെ ഡോക്ടർ. സൂര്യ ഒന്ന് പുറത്തേക്ക് നിന്നോളൂ. ഭാവന വരൂ. ഭരതേ, നീ എന്താ ഇവിടെ? ഞാൻ ഏട്ടനെ ഭാവനേച്ചി ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അന്വേഷിച്ചപ്പോ നിങ്ങളോട് ഉണ്ടെന്ന് അറിഞ്ഞു. ചേച്ചി എവിടെ? ഇപ്പൊ വരും. നീ ഇരിക്ക. ഞാൻ ഇരിക്കാൻ വേണ്ടി ഒന്നല്ല വന്നത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആരോട്? എന്നോടാണോ ഭാവനയോടാണോ? രണ്ടുപേരോടും സംസാരിക്കാനുണ്ട്. ആ, എന്താ? ഏട്ടന് കുറെ എങ്കിലും ലോകപരിചയം ഉള്ളതല്ലേ? എന്നിട്ടാണോ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂട്ടിയിരിക്കുന്നത്? നീ എന്താ പറഞ്ഞു വരുന്നത്? ബാമേച്ചയുടെ കാര്യം തന്നെയാ. നിങ്ങളൊക്കെ ചേർന്ന് ബാമേച്ചയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നതിന്റെ സീരിയസ്നെസ് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതോ നിങ്ങളൊക്കെ മനഃപൂർവ്വം ബാമേച്ചയുടെ ഭാവി നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ? ഭരതേ, നീ വെറുതെ കാര്യം അറിയാതെ ഓരോന്ന് പറയരുത്. ഇവിടെ ആരുടെ ജീവിതവും ഞങ്ങൾ കാരണം നശിക്കില്ല. ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ പറയും, പിന്നെ അനുഭവിക്കാനേ ബാമേച്ചി മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അഭിക്കില്ലാത്ത വിഷമം നിനക്കെന്തിനാ ഭരതേ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അഭി ഒരു പാവായതുകൊണ്ടാണ് ഏട്ടന് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നത്. പക്ഷെ സംഗതി വഷളായ പിന്നെ അഭിയുടെ സ്വഭാവം ആയിരിക്കും ആദ്യം മാറുന്നത്, പറഞ്ഞേക്കാം. ഭരതേ, നീ വെറുതെ നിന്റെ ട്രെയിനിങ്ങിന്റെ ഇടയിൽ ആവശ്യമില്ലാത്ത ഭാരം എടുത്ത് തലയിൽ കയറ്റി വെക്കാതെ ഒന്ന് പോവാൻ നോക്ക്. ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. ഇത് എത്ര പറഞ്ഞാലും പോയിട്ട് വാ, ഞാൻ ഇവിടെ തന്നെ കാണും. അതെ, ഇതൊരു ഹോസ്പിറ്റലല്ലേ, അല്പം മാനേഴ്സ് കാണിക്ക്. താൻ തന്റെ കാര്യം നോക്കിയാൽ മതി, തന്റെ പണി നോക്കിപ്പോ. എവിടുന്ന് വരുന്നത്? ഇവിടെ ഞങ്ങളാരും പറഞ്ഞിട്ട് കേട്ടില്ലമ്മേ. ഇനി എവിടേക്ക് പോയി പ്രശ്നം ഉണ്ടാക്കോ എന്തോ. ശരിയമ്മേ. എന്താ മോളെ, ആരാ പ്രശ്നം ഉണ്ടാക്കിയത്? ഭരത് വീട്ടിൽ പോയി വഴക്കുണ്ടാക്കിയെന്ന് അമ്മയെ വിളിച്ച്. എന്താ അവന്റെ ഉദ്ദേശം എന്നാ മനസ്സിലാവാത്ത? നമ്മൾ ആര് പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല മോളെ. അവൻ എന്താ ഒന്ന് ചിന്തിച്ചൂടെ? അല്ലെങ്കിൽ തന്നെ ഇക്കാര്യത്തിൽ അവന് മാത്രം എന്താ ഇത്ര വാശിയും ദേഷ്യവും? ഇന്നത്തെ ഭരത്തിന്റെ സംസാരം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ കൂടുതലൊന്നും പറയാത്തതാ. ഇത് അവൻ ഒരു കാര്യമില്ലാതെ മനഃപൂർവ്വം കാണിക്കുന്നതാ.
അവന് സന്തോഷാവൂന്ന് കരുതിയിട്ടാ അരുന്ധതിയെ വിളിച്ചപ്പോ അരുന്ധതി ഇക്കാര്യം പറഞ്ഞത്. അവൾക്കും തലവേദന ആകുമെന്ന് അവളും വിചാരിച്ചു കാണില്ല. അത് മോള് മൈൻഡ് ചെയ്യാതിരുന്നാ മതി. അങ്ങനെ അങ്ങ് വിട്ടാ പറ്റില്ലല്ലോ അച്ഛാ. പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കി ഇനി അഭി വരുമ്പോ അഭിയോട് തട്ടിക്കയറും. പിന്നെ നടക്കുന്നത് വേറെ ആയിരിക്കും. ഭരത് ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ, പിന്നെന്താ പെട്ടെന്നൊരു മാറ്റം? ഇതൊക്കെ അഹങ്കാരം അച്ഛാ. ജോലി കിട്ടിയപ്പോ അവൻ മറ്റാരും ആണെന്ന് അവന്റെ വിചാരം. അല്ലെങ്കിൽ തന്നെ അവൻ ഈ ജോലി കിട്ടാൻ കാരണക്കാരിയായ ഭാവനയെ കുറിച്ചെങ്കിലും ചിന്തിക്കാൻ പാടില്ലേ? നന്ദി കേടെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ദാ ഇപ്പൊ നേരിട്ട് കണ്ടു. ചിലരുടെ സ്വഭാവം അങ്ങനെയാ മോളെ. ഞാൻ എന്തുവാണെന്ന് സ്വയം അങ്ങ് തീരുമാനിക്കും. വന്ന വഴിയും ഒപ്പം നിന്ന് സഹായിച്ചവരെയും തന്ത്രപൂർവ്വം മറക്കും, അല്ലെങ്കിൽ ഒഴിവാക്കും. ഇങ്ങനെ പോയ ഭരത്തിന്റെ നാവിൽ നിന്ന് തന്നെ ഇക്കാര്യം പുറത്തറിയാൻ ചാൻസ് ഉണ്ട്. മോളെ, അങ്ങനെയാണെങ്കിൽ നിനക്കത് ദോഷം ചെയ്യും. ഇന്ന് മുക്കിന് വ്ലോഗർമാരുള്ളതാ. എന്തെങ്കിലും കണ്ടന്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അവര് കാത്തിരിക്കുന്നത്. ഈശ്വര, ഞാൻ ഇനി എന്താ വേണ്ട? ആ അവളിവിടെ ഉണ്ടല്ലോ. നീ വിളിച്ചായിരുന്നോ? ആ ഓ അത് ശരി. ആ ഞാൻ കൊടുക്കാം. ആ ഭാമേ, ആ ദാ അഭിയ നിന്നെ വിളിച്ചപ്പോ ബിസി ആയിരുന്നെന്ന്. ദാ ആ അഭി, പ്രതാപേട്ടാ എന്താ? ഞങ്ങള് ഭരത്തിന്റെ കാര്യം പറയായിരുന്നു. അവൻ ഗായത്രി അടുത്ത് പോയിട്ട് വഴക്കുണ്ടാക്കി. അയ്യേ, അവനത് എന്തിന്റെ കേടാ? ഓ മറ്റാർക്കും ഇല്ലാത്ത ഉത്തരവാദിത്തമാണല്ലോ അവനിപ്പോ ഈ കാണിക്കുന്നേ. ഇതിന്റെ ഒന്നും ഒരു കാര്യമില്ലായിരുന്നു. ഇത് പുറത്താരെങ്കിലും അറിഞ്ഞാ പിന്നെ നിയമത്തിന്റെ പിന്നാലെ പോണ്ടി വരും. വീട്ടിൽ തന്നെ ചോദ്യം ചെയ്യാൻ ആളുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മിക്കവാറും ഭാമ അഭിയോട് പറയാൻ ചാൻസ് ഉണ്ട്. അവൻ ഭാരത്തിന് വിളിച്ച് രണ്ട് നല്ല മറുപടി കൊടുത്തോളൂ. അബിയുടെ സ്വഭാവത്തിന് അവൻ ആളാരാണെന്ന് നോക്കില്ല. നാവിൽ വരുന്നത് വിളിച്ചു പറയും. പറയട്ടെ, എന്നാലേ പഠിക്കൂ. അമ്മേ, ഇങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ ആലോചിച്ച് തീരുമാനിക്കുന്നത് നല്ലത്. വെറുതെ എന്തിനൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്? അതെ, നമ്മൾ ഇതിൽ ഇടപെടാതിരിക്കുന്നതാ നല്ലത്. എന്താ വേണ്ടെന്ന് അഭിയും ഭാമയും കൂടി തീരുമാനിക്കട്ടെ. ഇല്ലെങ്കില് നമ്മൾ എതിര് നിന്നൂന്നാവും ഭാവനയൊക്കെ കരുതുന്നേ. നിന്നെയാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. ഇക്കാര്യത്തില് ഭാമയൊക്കെ ഉത്സവത്തിലാണല്ലോ നീ നിൽക്കുന്നത്.